ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ രാവിലെ തന്നെ കുഞ്ഞാറ്റയും പൂമ്പാറ്റയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി ഒരുക്കി ഉറക്കി കിടത്തിയ ശേഷമാണ് ഞാൻ പോയി കുളിച്ചിട്ട് വന്നത് കേട്ടോ. അപ്പോഴും പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞു. കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ നല്ല വാശിയും കാര്യങ്ങളൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ രണ്ടുപേരും നിർബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇതുപോലെ ഞാൻ എടുത്ത് വെച്ചിരിക്കും. പിന്നെ കുറച്ച് സമയം ഉമ്മൊടുപ്പും കാര്യങ്ങളൊക്കെയാണ്. എന്നെ അവിടുന്ന് അനങ്ങാൻ സമ്മതിക്കാറില്ല കേട്ടോ രണ്ടുപേരും. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിർബന്ധം മാറ്റാൻ വേണ്ടി കുറച്ച് നേരം ഞാൻ വെച്ച് കളിപ്പിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന വഴിക്ക് അവരുടെ കളിവണ്ടി കണ്ടപ്പോഴേക്കും വണ്ടി കയറണമെന്നൊരു നിർബന്ധമായി കേട്ടോ. അങ്ങനെ കുറച്ച് സമയം ഞാൻ വണ്ടിയിലൊക്കെ എടുത്തു വെച്ചു കളിപ്പിക്കാനൊക്കെ ഒരുങ്ങി. അങ്ങനെ പൂമ്പാറ്റ പെണ്ണ് വണ്ടിയിൽ കയറി കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും അമ്മ എടുത്താൽ മതി, എനിക്ക് വണ്ടി ഇരിക്കേണ്ട എന്ന രീതിയായി കേട്ടോ. അങ്ങനെ കുഞ്ഞാറ്റ പെണ്ണ് കുറേ നേരം വണ്ടി ഇരുന്ന് കളിക്കുക എടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ കുറച്ച് സമയം ഇതുപോലെയൊക്കെ പോകും കേട്ടോ. അവർക്ക് വണ്ടിയിലൊക്കെ കയറിയിരുന്ന് അതിലെ പാട്ടൊക്കെ കേട്ടിരിക്കാനൊക്കെ വലിയ ഇഷ്ടമാണ് രണ്ടുപേർക്കും. അതിപ്പോൾ ഓടിക്കുകയാണെങ്കിൽ കൂടി രണ്ടുപേരും ഇങ്ങനെ കുറച്ച് സമയം അത് ഇരുന്ന് കളിച്ച് രസിച്ചൊക്കെ അങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ ഇപ്പോഴെന്ന് പറയുന്നത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതിൻ്റേതായിട്ടുള്ള ചില വാശിയും കാര്യങ്ങളൊക്കെയാണ് ആദ്യമൊക്കെ കേട്ടോ. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും ഇഷ്ടപ്പെട്ട് കുറേ നേരം അതിനകത്തിരുന്ന് കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ രണ്ടുപേരും എടുത്ത് ഞാൻ താഴേക്ക് കൊണ്ടുവന്ന് കുറച്ച് നേരം പാട്ടൊക്കെ കേൾപ്പിക്കും, ഡാൻസൊക്കെ കളിപ്പിക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ പൂമ്പാറ്റപ്പെണ്ണ് ഇപ്പോഴും വലിയ ഗൗരവത്തിൽ ഇരിക്കുകയാണ്. കുഞ്ഞാറ്റപ്പെണ്ണ് പാട്ട് കേട്ടപ്പോൾ ചെറിയ ഡാൻസൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, പൂമ്പാറ്റപ്പെണ്ണ് അങ്ങനെ തോന്നുമ്പോഴങ്ങ് ഡാൻസ് കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തില്ല കേട്ടോ. പൂമ്പാറ്റപ്പെണ്ണ് എനിക്ക് അങ്ങോട്ട് ഉറക്കം ഇതുമായിട്ട് അങ്ങോട്ട് മുഴുത്തില്ല അമ്മേ, അമ്മയുടെ കൈ കിടക്കുന്ന ആ ബണ്ണിങ്ങോട്ട് അത് വെച്ച് ഞാൻ കുറച്ച് നേരം കളിക്കട്ടെ എന്നായി കേട്ടോ. അങ്ങനെ കുഞ്ഞാറ്റപ്പെണ്ണ് കുറച്ച് നേരം ഡാൻസിൻ്റെ ഓരോരോ പുതിയ സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു. അത് കുറച്ച് നേരം അങ്ങനെയൊക്കെ കാണിച്ച് കഴിയുമ്പോഴേക്കും കുഞ്ഞാറ്റപ്പെണ്ണ് അതുപോലെയൊക്കെ കാണിക്കും കേട്ടോ. നല്ല രസമാണ് അത് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പൂമ്പാറ്റപ്പെണ്ണ് ഗൗരവം ഇതുവരെയായിട്ടും വിട്ടിട്ടില്ല കേട്ടോ. പാട്ടൊക്കെ കേട്ടാലും എനിക്കിപ്പോൾ തുള്ളാനൊരു മൂഡില്ല അമ്മേ, ഞാൻ കുറച്ച് നേരം ഇങ്ങനെ തന്നെ ഇരിക്കും എന്ന രീതിയിൽ ഇരിക്കുകയാണ് കേട്ടോ. വലിയ ഗൗരവത്തിലാണ് കേട്ടോ. അങ്ങനെ കുറച്ച് സമയമൊക്കെ നമ്മളുടെ അതായത് ഈ ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും പൂമ്പാറ്റ അങ്ങ് ആക്റ്റീവായി. പിന്നെ കുറച്ച് നേരം കളിച്ചു കേട്ടോ. പിന്നെ രണ്ടുപേർക്കും ചോറ് കൊടുക്കാൻ സമയമായപ്പോഴേക്കും ചോറും മത്തങ്ങ കറിയും മീൻ വറുത്തതും മീനിൻ്റെ കഷ്ണവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ചെറുപയറെല്ലാം ചേർത്തിട്ടുള്ള മത്തങ്ങ കറിയാണ്. രണ്ടുപേർക്കും മത്തങ്ങ കറി ഉണ്ടെങ്കിൽ വലിയ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പൂമ്പാറ്റപ്പെണ്ണ് വന്ന് അടുത്തിരുന്ന് മത്തങ്ങ കറി കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞാറ്റപ്പെണ്ണ് വന്ന ഉടനെ തന്നെ വെള്ളം കുപ്പിയും കൈക്കലാക്കി. എപ്പോൾ വന്നാലും രണ്ടുപേരും വെള്ളം കുപ്പിക്ക് വേണ്ടിയാണ് അടി കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 2 കുപ്പി എടുത്ത് കൊടുത്താൽ അവർ വെള്ളം കുടിച്ചങ്ങ് വയറ് വീർപ്പിക്കാൻ വേണ്ടി നോക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്ന് കുറേശ്ശെ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ പാട്ടൊക്കെ കേൾക്കുന്തോറും പൂമ്പാറ്റപ്പെണ്ണ് ഇപ്പോഴങ്ങ് ആക്റ്റീവായി കേട്ടോ. രാവിലെ വലിയ മൂഡ് ഓഫിലിരുന്ന ആളാണ്. ഇപ്പം പൂമ്പാറ്റപ്പെണ്ണ് അങ്ങ് ആക്റ്റീവായി ഡാൻസും കാര്യങ്ങളും അങ്ങ് തുടങ്ങി. അപ്പോഴേക്കും കുഞ്ഞാറ്റപ്പെണ്ണിൻ്റെ കയ്യിൽ ഇരിക്കുന്ന കുപ്പി വാങ്ങിക്കാൻ പോവുകയാണ്. ഞാൻ ചോറുണ്ട്, ഇനി എനിക്ക് വെള്ളം വേണം, ഇങ്ങോട്ട് തന്നേ എന്നുള്ള രീതിയിലാണ് കേട്ടോ. അങ്ങനെ കുപ്പിയും വെള്ളമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ രണ്ടുപേരും ഒന്നുകൂടെ അടുത്തുകൊണ്ടിരുത്തി. പിന്നെ രണ്ടുപേരും ചോറ് വാപ്പ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാറ്റപ്പെണ്ണ് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്, ചോറൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ 2 പേർക്കും ഞാൻ വളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ വളകളെല്ലാം ഊരിക്കളയും. ഇത് എന്തുകൊണ്ടോ ഊരാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് കയ്യിൽ ഇട്ടിരിക്കുന്നത്. പിന്നെ വളയുടെ കാര്യം ഇങ്ങനെ ചെറുതായിട്ട് അതിൽ തൊട്ടൊന്ന് ഓർമ്മിപ്പിച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടെ അത് കിടന്ന് ഊരാൻ ശ്രമിക്കും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, വളയായിക്കോട്ടെ മാല ആയിക്കോട്ടെ എന്തെങ്കിലും ദേഹത്ത് കിടക്കുന്നുണ്ട് അപ്പം രണ്ടുപേർക്കും അത് ഊരണം. അതുപോലെ തന്നെ ഊരി അവർക്കിപ്പോൾ ഫുഡ് കഴിക്കുന്ന കഴുത്തിൽ കിടന്ന തുണി തന്നെ എവിടെയെങ്കിലും കൊണ്ടങ്ങ് ഒളിപ്പിച്ച് വയ്ക്കും കേട്ടോ. ഒളിപ്പിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ജനലിൽ കൂടെ കളയുക. അതുപോലെ പൗഡർ ആയിക്കോട്ടെ ചീപ്പായിക്കോട്ടെ അവർക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ അവർക്കറിയാം. അതൊന്നും നമുക്കിപ്പോൾ വേണ്ട അമ്മേ, ഞാനതൊക്കെ കൊണ്ട് കളയുകയാണ് എന്ന രീതിയാണ്. എന്നിട്ട് കൊണ്ട് കളഞ്ഞ ശേഷം ഒരു കള്ളച്ചിരിയുണ്ട് കേട്ടോ രണ്ടുപേർക്കും. അങ്ങനത്തെ ചില കുരുത്തക്കേടുകൾ രണ്ടുപേരുടെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ ബിസ്ക്കറ്റ് പാപ്പമൊക്കെ എടുത്തുകൊണ്ടൊന്ന് ഒളിപ്പിച്ച് വയ്ക്കും. ഉറുമ്പൊക്കെ കൊണ്ടുപോയോന്നൊന്ന് നോക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ രണ്ടുപേരും കുറച്ച് സമയം ചെറിയ കുരുത്തക്കേടൊക്കെ അതിൻ്റെ ഇടയിൽ കാണിക്കുന്നുണ്ടെങ്കിലും രണ്ടുപേർക്കും മത്തങ്ങ കറിയും ചോറൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും കഴിച്ചു. അതിനുശേഷം ഉമ്മുമ്മയും കൂട്ടിയതല്ലേ, അങ്ങനെ രണ്ടുപേരും കുഞ്ഞി മുഖമൊക്കെ കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നു കേട്ടോ. പൂമ്പാറ്റ പെണ്ണ് എൻ്റെ കൈ കണ്ടു കഴിഞ്ഞാൽ അപ്പം കടിക്കണം കേട്ടോ. അതിനാണ് കൈ തപ്പിയത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പൂമ്പാറ്റയുടെ പല്ല് തേപ്പിക്കുന്ന സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മാത്രമേ പല്ല് തേപ്പിക്കാറുള്ളൂ കേട്ടോ. എപ്പോഴും എൻ്റെ കൈ കണ്ടു കഴിഞ്ഞാൽ കക്ഷിക്ക് കടിക്കാൻ വലിയ ആഗ്രഹമാണ്. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കും. കുഞ്ഞാറ്റ പെണ്ണ് അങ്ങനെ ഇല്ല, അത്ര രീതിയിൽ കടിക്കത്തൊന്നുമില്ല കേട്ടോ കുഞ്ഞാറ്റ. അങ്ങനെ അവർക്ക് മുഖമൊക്കെ കഴുകി കൊടുത്ത ശേഷം ഞാൻ കഴിക്കാൻ വേണ്ടിയിരുന്നു മത്തങ്ങ കറിയും നല്ല മുളകിൻ്റെ മീൻ കറിയും അതുപോലെ മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മുളക് കറി നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ മത്തങ്ങ കറിയിലിട്ട് ഞെവടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ
കുഞ്ഞുങ്ങൾ രണ്ടുപേരും കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സമയം ഇങ്ങനെ കളിക്കും കേട്ടോ. രണ്ടുപേരും ഓടിക്കളിയും അങ്ങനെയൊക്കെയാണ്. എൻ്റെ ചുറ്റും അവിടെ ഇവിടെയൊക്കെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ വാരിയിട്ടിട്ടുണ്ട്. അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് പല സൈഡിലാക്കി വെക്കുക. എന്നിട്ട് ഞാൻ വീണ്ടും അത് ഒരുമിച്ച് ചേർത്ത് വെക്കും. കഴിച്ച് കഴിഞ്ഞ ശേഷം രണ്ടുപേരെയും കൊണ്ടുവന്ന് ഉറക്കാൻ വേണ്ടി കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ രണ്ടുപേരും വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം ഇതുപോലാണ് കേട്ടോ. എൻ്റെ നെറ്റി കിടന്ന പൊട്ടൊക്കെ വലിച്ചിളക്കുക, തലമുടി ഒക്കെ വാരി വലിച്ചിടുക, അങ്ങനെയുള്ള കുറച്ച് കുരുത്തക്കേടുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴേക്കും രണ്ടുപേരെ ഞാൻ ദേഹമൊക്കെ ചൂടുവെള്ളത്തിൽ കഴുകിച്ചൊക്കെ എടുത്തു, ഉടുപ്പൊക്കെ മാറ്റി, പിന്നെ കുറച്ച് സമയം വെച്ച് കളിപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. എന്നിട്ട് താഴേക്ക് കൊണ്ടുവന്നു അവർക്ക് കൊടുക്കാനുള്ള പാപ്പൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് താഴേക്ക് കൊണ്ടുവന്നത്. അപ്പോഴേക്കും അപ്പപ്പോൾ ഒരു കേക്ക് പാപ്പം എടുത്തുകൊണ്ട് വന്ന് കുഞ്ഞാറ്റയ്ക്കും പൂമ്പാറ്റയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തേയിലവെള്ളമൊക്കെ ഇട്ടു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് റാഗി വെച്ചിട്ടുള്ള പാൻ കേക്കാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇപ്പോൾ 2-3 ദിവസത്തിന് മുന്നേ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ റാഗിയുടെ പാൻ കേക്ക്. അവർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഉണ്ടാക്കുന്നത് കേട്ടോ. അത് മാത്രമല്ല രാവിലെ ഒന്നും കുറുക്കൊന്നും കൊടുക്കാറില്ല. ഇപ്പം ഇഡലിയോ ദോശ അങ്ങനെയൊക്കെയാണല്ലോ കൊടുക്കുന്നത്. അപ്പം ഇതുപോലെ റാഗി ഇടയ്ക്കൊക്കെ കൊടുക്കണമല്ലോ. അപ്പം കുറച്ച് ദിവസമായി പാൻ കേക്ക് കൊടുത്തിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നുകൂടെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. അപ്പം പൂവമ്പഴവും കുറച്ച് റാഗിയുടെ പൊടിയും പിന്നെ അതുപോലെ അണ്ടിപ്പരിപ്പ്, ബദാം എന്നിവ ഓൾറെഡി തന്നെ ഞാൻ മൂപ്പിച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇട്ട് നന്നായിട്ട് ഞെവിടി എടുക്കുക. ഞെവിടി എടുത്തിട്ട് അതിനകത്ത് നമുക്ക് വെള്ളമൊന്നും ചേർക്കണ്ട, മധുരത്തിനൊന്നും ചേർക്കണ്ട. ഈ പഴത്തിൽ നിന്ന് തന്നെ അതിൻ്റെ മയവും കാര്യങ്ങളും മധുരവും ഒക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ പാൻ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഇട്ട് കുഞ്ഞ് കുഞ്ഞോ അത് വലുതായിട്ടോ നമുക്ക് ഏത് രീതി വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ ചെറിയ രീതിയിലാണ് അങ്ങനെ ഉണ്ടാക്കി നന്നായിട്ട് പരത്തിയെടുത്ത് അതിനകത്ത് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യായിരിക്കും ബെറ്റർ കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുഞ്ഞുങ്ങൾക്ക് നെയ്യ് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ കുറച്ചൊക്കെ. അപ്പം നെയ്യ് ഇട്ടിട്ട് ഉണ്ടാക്കുക. ഞാൻ ഇച്ചിരി കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചത് കേട്ടോ. ഇവിടെ നെയ്യ് വാങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് അങ്ങനെ പാൻ കേക്കൊക്കെ ഉണ്ടാക്കി എടുത്തു. കുറച്ച് നേരം ചൂടാറാനൊക്കെ വെക്കും കേട്ടോ. ഇത് കഴിഞ്ഞതിന് ഞാൻ ഉണ്ടാക്കിയ സമയത്ത് 2 പേർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ 3 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 3ഉം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തുടർച്ചയായി എന്തൊരു സാധനം ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുത്താലും അവരത് കഴിക്കത്തില്ല. നമ്മളിത് ഇടയ്ക്കൊക്കെ ആണെങ്കിൽ അവർ കഴിക്കും കേട്ടോ. പിന്നെ പാൻ കേക്ക് ഒന്ന് തണുക്കാൻ വെച്ച ശേഷം ഞാൻ നൈറ്റിലേക്ക് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി മാവ് ഒന്ന് കുഴച്ച് വയ്ക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. മാവ് കുഴച്ച് വെച്ചാലും കുറച്ച് സമയം ഇത് ഒന്ന് അത് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി കുറച്ച് നേരം വയ്ക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ചപ്പാത്തിക്കുള്ള മാവൊക്കെ നന്നായിട്ട് കുഴച്ചൊക്കെ എടുത്തു. അപ്പോഴും കുഞ്ഞാറ്റയും പൂമ്പാറ്റയും അപ്പൂപ്പൻ്റെ അടുത്തിരുന്ന് കളിക്കുകയൊക്കെയായിരുന്നു. അതിനുശേഷം പാൻ കേക്ക് ചെറുതായിട്ടൊന്ന് തണുത്ത് കിട്ടിയപ്പോഴേക്കും കുഞ്ഞാറ്റയ്ക്കും പൂമ്പാറ്റയ്ക്കും കൊണ്ടു കൊടുക്കാൻ വേണ്ടി വന്നു കേട്ടോ. പിന്നെ 2 പേരും കുറേശ്ശെ കഴിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. രുചി കൊള്ളാം അമ്മേ, നീ പെട്ടെന്ന് ഇതാ എന്ന രീതിയാണ് കേട്ടോ. ഇത് നമ്മൾ തുടർച്ചയായി കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ കഴിക്കില്ല, അവർക്കത് മടുക്കും. അതുകൊണ്ട് ഇങ്ങനെ ഇടവിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കും. അങ്ങനെ കഴിച്ച ശേഷം 2 പേരെ വായൊക്കെ കഴുകി കൊടുത്തു. പിന്നെ അവരുടെ കളിപ്പാട്ടമൊക്കെ വെച്ച് കളിയായി കേട്ടോ. ഈ കളിപ്പാട്ടം തന്നെ പല പീസാക്കി വയ്ക്കും. പിന്നെ അത് ഞാൻ എടുത്തുകൊണ്ടൊന്ന് ശരിയാക്കും. പിന്നെ അത് കളിക്കാനൊക്കെ അറിയാം. ഇപ്പോൾ അവർക്ക് തന്നെ അറിയാം അത് വെച്ച് കഴിഞ്ഞാൽ താഴെ ഉരുണ്ട് പോകും, അങ്ങനെയൊക്കെ അറിയാം. അങ്ങനെ കുറച്ച് സമയം അതൊക്കെ വെച്ച് ഇങ്ങനെ കളിപ്പിക്കുന്നതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്യും. ഞാൻ ഇതുപോലെ അടുത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുകയാണെങ്കിൽ 2 പേരും അനങ്ങാതെ അങ്ങ് ഇരിക്കും കേട്ടോ. പിന്നെ നിർബന്ധം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 പേരും നിർത്താതെ കരച്ചിലൊക്കെയാണ്. ആ ഒരു സമയത്ത് 2 പേർക്കും കൈ കയറിയിരിക്കണം, എടുക്കണം, നിർബന്ധങ്ങളും വാശികളും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കുറച്ച് സമയം കൂടെയൊക്കെ ഇരുന്ന് അവരെ ഒന്നെങ്കിൽ എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോവുക, നടന്നിട്ട് വരിക, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. 2 പേരും നിർത്താതെ കരയൊക്കെ ആണെങ്കിൽ. അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഇരുത്തി ഇങ്ങനെ കുറച്ച് സമയം അവരെ കളിപ്പിക്കും. ഇപ്പം കളിക്കുന്ന മൂഡാണ് കേട്ടോ 2 പേരും. അങ്ങനെ കുറച്ച് സമയമൊക്കെ കളിപ്പിക്കുകയൊക്കെ ചെയ്തു. വീണ്ടും ഞാൻ അടുക്കളയിലേക്ക് വന്നു. ചപ്പാത്തിക്കുള്ള മാവൊക്കെ അതായത് സോഫ്റ്റാകാൻ വെച്ചിട്ട് കറിക്ക് വേണ്ടിയിട്ട് കിഴങ്ങറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിഴങ്ങൊക്കെ ചെത്തി, ക്യാരറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സവാളയും തക്കാളിയും എല്ലാം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നന്നായിട്ട് ചെത്തി കഴുകി എടുത്ത് അത് കുക്കറിനകത്ത് വേവിക്കാൻ വേണ്ടി വയ്ക്കും കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കിഴങ്ങറിയാണ് വയ്ക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് തേങ്ങ അരച്ച് ചേർക്കാറുണ്ട് കേട്ടോ. നമുക്കതിനെ തേങ്ങാപ്പാൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പം നല്ല ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ എല്ലാം തന്നെ ചെറിയ രീതിയിലൊക്കെ അരിഞ്ഞൊക്കെ എടുക്കുകയാണ്. അപ്പോഴേക്കും കുഞ്ഞാറ്റയും പൂമ്പാറ്റയൊക്കെ നല്ല കളിയിൽ ബിസിയായിരുന്നു കേട്ടോ. കാരണം ഒരു കളിപ്പാട്ടമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് സമയം അതിൻ്റെ ഓരോരോ പീസ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, പിന്നെ 2 പേരും ഓടി കളിക്കുക, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്നെ അപ്പൂപ്പാന്ന് വിളിച്ച് അപ്പൂപ്പൻ്റെ അടുത്ത് പോവുക, അപ്പൂപ്പൻ്റെ അടുത്ത് തന്നെ ഓരോ കളിപ്പാട്ടൻ്റെ പീസ് എടുത്തുകൊണ്ട് കൊടുക്കുക, ശരിയാക്കാൻ കൊടുക്കുക.
അങ്ങനെ ഉള്ള ചെറിയ ചെറിയ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് അമ്മ അമ്മ എന്ന് ഒരു കളിപ്പാട്ടത്തിന് വേണ്ടി വാശി പിടിക്കുന്ന സമയത്ത് കിട്ടിയില്ലെങ്കിൽ എൻ്റെ പേര് വിളിക്കും, അമ്മ അമ്മ എന്ന് വിളിക്കും. പിന്നെ ഞാൻ ചെന്ന് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്തിട്ട് വീണ്ടും വരും, എൻ്റെ പണിയിലേക്ക് കിടക്കും കേട്ടോ. അങ്ങനെ കറിക്കുള്ളതെല്ലാം വേവാൻ വെച്ച ശേഷം ഞാൻ ചപ്പാത്തി മാവൊക്കെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അത് ചെറിയ ചെറിയ ഉരുളകളാക്കി അത് പരത്താൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ കുഞ്ഞാറ്റയും പൂമ്പാറ്റയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചപ്പാത്തി ഞാൻ അങ്ങനെ അങ്ങ് കൊടുക്കാറില്ല കേട്ടോ. എന്നാലും ഉണ്ടാക്കുന്ന സമയത്ത് ചൂടോടെ കുറച്ചെടുത്ത് നന്നായിട്ട് സോഫ്റ്റാക്കി, അതായത് കറിയൊക്കെ മുക്കി വെച്ച് കുറച്ച് നേരം ഇങ്ങനെ സോഫ്റ്റ് ആകുമല്ലോ, അപ്പോൾ കുറേശ്ശെ എടുത്ത് കൊടുക്കും. അങ്ങനെ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള മാവ് എല്ലാം എടുത്ത് വെച്ച് നന്നായിട്ട് റൗണ്ടൊക്കെ ആക്കി പരത്തിയൊക്കെ വെച്ചു. അതിനുശേഷം കറിക്ക് വേണ്ടിയുള്ള തേങ്ങയൊക്കെ തിരുവിയൊക്കെ വെച്ചു കേട്ടോ. ഇപ്പോൾ കിഴങ്ങറിക്ക് നമുക്ക് തേങ്ങ ചേർക്കണമെന്നൊന്നുമില്ല, തേങ്ങാപ്പാലൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും, അത്ര തന്നെ. അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ തിരുവി വെച്ച ശേഷം പോയി കുളിച്ചിട്ടൊക്കെ വന്നായിരുന്നു കേട്ടോ. ഒരുപാട് ലേറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുളിച്ചിട്ടൊക്കെ വന്ന ശേഷം മുടി ഉണങ്ങിയിട്ടില്ല, ഞാൻ പിന്നെ തലയൊരു ക്ലിപ്പ് ഒന്ന് പിടിച്ചിട്ടാക്കിയാണ്. അങ്ങനെ ഞാൻ വന്ന് തേങ്ങയൊക്കെ അരച്ച് മാറ്റി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ കിഴങ്ങൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ തന്നെ ഞാൻ വേവിച്ച് വെച്ചിട്ടാണ് പോയത്. അങ്ങനെ ഞാൻ വന്ന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ താളിച്ച് അതിനകത്തൊക്കെയാണെങ്കിൽ വെന്ത കഷ്ണങ്ങളൊക്കെ ഇട്ട് നമുക്ക് വേണമെങ്കിൽ എരിവേവ് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ഇടാം, മസാലയൊക്കെ ഇടാം, ഉപ്പൊക്കെ ഇട്ട് കറക്റ്റാണോ എന്ന് ചെക്കൊക്കെ ചെയ്ത് ഒന്നുകൂടെ ഒന്ന് വെന്ത് വന്ന ശേഷം അതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിച്ചിങ്ങ് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കിഴങ്ങ് റെഡിയാവും കേട്ടോ. അങ്ങനെ ഞാൻ കറിയൊക്കെ വെക്കുന്ന സമയത്ത് കുഞ്ഞാറ്റയും പൂമ്പാറ്റയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നല്ല നിർബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് മക്കളെ എടുത്തുകൊണ്ട് കുറച്ച് സമയമൊക്കെ നടക്കുകയൊക്കെ ചെയ്തു. പിന്നെ കുറേ സമയം അവർ എടുത്ത് വെച്ച് കളിപ്പിക്കുകയൊക്കെ ചെയ്തു ഇതിൻ്റെ ഇടയ്ക്ക് കേട്ടോ. കാരണം അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഞാൻ അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ എന്നെ സമ്മതിക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് അവരുടെ അടുത്ത് പോകണം, അവരെ എടുത്ത് വെച്ച് കളിപ്പിക്കണം, പിന്നെയും കുറച്ച് എടുത്തുകൊണ്ട് നടക്കും, എന്നിട്ട് അവരെ കൊണ്ടുവന്ന് താഴ്ത്തി വെച്ച് എന്തെങ്കിലും കളിപ്പാട്ടം എടുത്ത് കളിക്കാൻ കൊടുക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ കറി ഒരു സൈഡിൽ വേവുന്ന സമയത്ത് ഞാൻ ചപ്പാത്തിയും കൂടെ ചുട്ടെടുക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. അങ്ങനെ ചപ്പാത്തിയും കിഴങ്ങറിയൊക്കെ ആയിരുന്നു ഇന്ന് നൈറ്റിലെ സ്പെഷ്യലെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഞാൻ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, കുറച്ച് ചപ്പാത്തിയിൽ നിന്ന് വെച്ച് കിഴങ്ങറിയൊക്കെ മുക്കി കുറച്ച് നേരം അതിൽ നിന്ന് കുതിർന്ന് കിട്ടണം, അവർക്ക് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ. അങ്ങനെ കുതിർത്ത് കുറേശ്ശെ കൊടുക്കും കേട്ടോ. അപ്പം കുറച്ചൊക്കെ കഴിക്കും. അവരിപ്പോൾ കഴിച്ചാലും ഞാൻ അല്ലാതെ തന്നെ അവർക്ക് ചോറെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ചോറ് കൊടുക്കാനായിട്ട്. എന്നാൽ ചോറ് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ കിഴങ്ങറിക്കകത്ത് കിടക്കുന്ന കഷ്ണങ്ങൾ, അത് ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഞെവിടിയൊക്കെ ഉടച്ചാണ് കൊടുക്കുന്നത്. അങ്ങനെ ചോറും കുറച്ച് കിഴങ്ങറിയും പിന്നെ മത്തങ്ങ കറിയൊക്കെ ഉണ്ടായിരുന്നു, മീൻ വറുത്തത് എല്ലാം ഉണ്ടായിരുന്നു. അവർക്ക് ചോറ് വലിയ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ മത്തങ്ങ കറിയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ. അങ്ങനെ രണ്ടുപേരും കുറച്ച് കിഴങ്ങ് കറിക്കകത്ത് കുതിർത്ത ചപ്പാത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ കുറച്ച് ചോറിട്ടുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടുപേരും ചോറൊക്കെ മത്തങ്ങ കറി ഉണ്ടെങ്കിൽ വലിയ ഇഷ്ടമാണ് മീൻ വറുത്തതൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ രണ്ടുപേരും മത്തങ്ങ കറിയും മീൻ വറുത്തതൊക്കെ കൂട്ടി കഴിക്കുകയാണ് കേട്ടോ. അമ്മേ മത്തങ്ങ കറിയും മീൻ വറുത്തതും പെട്ടെന്ന് എന്ന രീതിയിലാണ് നോക്കുന്നത്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഇതുപോലെ നോക്കും കേട്ടോ. ആ കയ്യിലിരിക്കുന്ന പൗഡറും കുപ്പിയൊക്കെ എടുത്ത് വെളിയിലിട്ടിരുന്നതാണ് കേട്ടോ. അങ്ങനെ പോയി തപ്പിയെടുത്തുകൊണ്ട് വന്നതാണ്. അങ്ങനെ അവിടെ വെച്ചിരിക്കുകയാണ്. അതെന്തിനാ ഇപ്പം ഇത് കളഞ്ഞ സാധനം ഇപ്പോഴും ഇവിടെ വന്നിരിക്കുന്നല്ലോ എന്ന രീതിയിൽ നോക്കുകയാണ് കേട്ടോ രണ്ടുപേരും. അങ്ങനെ അതെടുത്ത് നന്നായിട്ട് അടച്ചിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. കുറച്ച് സമയം അതൊക്കെ വെച്ച് ഇങ്ങനെ ഉരുട്ടിയൊക്കെ കളിക്കും രണ്ടുപേരും. അതുകൊണ്ടൊക്കെയാണ് കയ്യിൽ ഇത് ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ കുഞ്ഞുമക്കൾക്ക് രണ്ടുപേർക്കും ആഹാരമൊക്കെ കൊടുത്ത് വായൊക്കെ കഴിയിച്ചു. പിന്നെ അച്ഛന് ചെറുതായിട്ടൊരു പനിയുടെയൊക്കെ ഒരു ആരംഭം ഉണ്ട് കേട്ടോ, ശരീരം തളർച്ചയൊക്കെ ഉണ്ട്. അങ്ങനെ നൈറ്റ് അച്ഛന് കഞ്ഞിയും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, ഞാനും ചേട്ടനൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങാൻ വേണ്ടി കിടന്നു. അങ്ങനെ കുഞ്ഞാറ്റയും പൂമ്പാറ്റയും എടുത്തുകൊണ്ട് രാവിലെ താഴേക്ക് വരികയാണ്. ആദ്യം തന്നെ കുഞ്ഞാറ്റപ്പൻ എനിക്ക് ഉമ്മ വന്നു കേട്ടോ. ഉമ്മ വരുന്ന കണ്ടപ്പോഴേക്കും പൂമ്പാറ്റ അമ്മയ്ക്ക് കുഞ്ഞാറ്റ ഉമ്മ കൊടുത്തു, എങ്കിൽ പിന്നെ അച്ഛന് ഞാൻ ഉമ്മ തരാമെന്ന രീതിയിൽ അച്ഛനും മുതുകത്തും കവിളിലും എല്ലാം നിർത്താതെ ഉമ്മ കൊടുപ്പാണ് കേട്ടോ. കുഞ്ഞാറ്റപ്പൻ എപ്പോഴും ഉമ്മ തരും, പൂമ്പാറ്റ പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് ഉമ്മയൊക്കെ വാങ്ങിക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. കക്ഷി അങ്ങനെ ഉമ്മ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തത്തുമില്ല, അങ്ങനെയൊക്കെയാണ്. പിന്നെ ചേട്ടനുമായിട്ട് രാവിലെ ഒളിച്ചൊക്കെ കളിക്കുകയാണ് കുറച്ച് നേരം അപ്പൂപ്പനെയൊക്കെ നോക്കി. പിന്നെ രണ്ടുപേർക്കുള്ള ബിസ്ക്കറ്റ് പാപ്പം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ബിസ്ക്കറ്റ് പാപ്പം എന്താ ഒടിഞ്ഞിരിക്കുന്നത്, ഒടിഞ്ഞ പീസൊന്നും നമുക്ക് വേണ്ട, ഒടിയാത്ത പീസ് മതി എന്ന രീതിയിലാണ് കേട്ടോ. എന്നാലും അങ്ങ് വാങ്ങിച്ചു രണ്ടുപേരും. അങ്ങനെ രണ്ടുപേരും ബിസ്ക്കറ്റ് പാപ്പൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുഞ്ഞാറ്റപ്പേണ്ട വലുതും ചെറുതുമൊക്കെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞാറ്റപ്പേണ്ട ബിസ്ക്കറ്റ് താഴെ വെച്ചിട്ട് പൂമ്പാറ്റയുടെ കയ്യിൽ നിന്ന് എടുത്ത് കേട്ടോ. അങ്ങനെയൊക്കെ കുറച്ച് പരിപാടി ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും അവരുടേതായ കലാപരിപാടികൾ ഏർപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അടുക്കളയിലേക്ക് വന്നു ചായ ഇടാൻ വേണ്ടി തുടങ്ങി കേട്ടോ.
പിന്നെ ചേട്ടന് ചോറ് കൊണ്ടുപോകാനുള്ള ഇലയെല്ലാം വാട്ടിയൊക്കെ വെച്ചു. പിന്നെ ഇന്ന് കാപ്പിക്ക് ഉണ്ടാക്കുന്ന ദോശയും കറിയും ചമ്മന്തിക്കറിയൊക്കെയാണ് കേട്ടോ, അതൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ചേട്ടൻ സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെണ്ടയ്ക്കയുടെ വിഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ ഇന്ന് ചോറിന് കൊണ്ടുവന്നത് ചമ്മന്തിയും വെണ്ടയ്ക്കയുടെ വിഴുക്ക് പുരട്ടിയും മുട്ട പൊരിച്ചത് മാത്രമാണ് കേട്ടോ. സാമ്പാർ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ എല്ലാ കറികളും ഉണ്ടെങ്കിലും വളരെ കുറച്ചാണ് കൊണ്ടുപോകുന്നത്. സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ചമ്മന്തിയോ അല്ലെങ്കിൽ വിഴുക്ക് പുരട്ടി അങ്ങനെയൊക്കെ ആയിരിക്കും ചേട്ടൻ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ സാമ്പാറും വിഴുക്ക് പുരട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുട്ടയൊക്കെ പൊരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ കറി ഇതൊക്കെയാണ് കേട്ടോ ചോറിന്. അങ്ങനെ ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇലയൊക്കെ വാട്ടി ചേട്ടന് ചോറ് കൊണ്ടുപോകാൻ വേണ്ടി എടുത്തു വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ചേട്ടൻ ഒന്ന് കടയിലൊക്കെ പോയി കുറച്ച് സാധനം, അതായത് കുഞ്ഞുങ്ങൾക്ക് കുറച്ച് മുട്ടയൊക്കെ തീർന്നിരിപ്പുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പാത്രമൊക്കെ കഴുകിയൊക്കെ വെച്ചു. പിന്നെ അപ്പോഴേക്കും ചേട്ടൻ കടയിൽ പോയിട്ടൊക്കെ വന്ന് മുട്ടയൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുഞ്ഞാറ്റപ്പെണ്ണും പൂമ്പാറ്റപ്പെണ്ണും അച്ഛനെ കണ്ടപ്പോൾ തന്നെ കൈ കയറി അങ്ങ് ഇരിപ്പായി കേട്ടോ. അങ്ങനെ പാത്രമൊക്കെ കഴുകി വെച്ച ശേഷം ഞാൻ അവിടെ എല്ലാം ക്ലീനും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം കുഞ്ഞാറ്റപ്പെണ്ണും പൂമ്പാറ്റപ്പെണ്ണും കൂടെ കൈ കയറിയിരുന്നങ്ങ് നിർത്താതെ അങ്ങ് വാശിയും കാര്യങ്ങളാണ്. താഴെ ഇരുത്തണ്ട അച്ഛാ, നമ്മളെ എടുത്താൽ മതി എന്ന രീതിയാണ്. പിന്നെ അച്ഛൻ്റെ കൈ കയറിയിരിക്കുന്ന സമയത്ത് ഞാൻ പൊതിയൊക്കെ കെട്ടാൻ ചോറ് ഓൾറെഡി തണുപ്പിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. തണുത്ത് കിട്ടി. ചോറും വെണ്ടയ്ക്കയുടെ വിഴുക്ക് പുരട്ടിയും മുട്ട പൊരിച്ചതും ചമ്മന്തിയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചു. അങ്ങനെ പൊതിയൊക്കെ കെട്ടിക്കൊണ്ടിരുന്നു. പിന്നെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങാതിരിക്കുകയായിരുന്നു രണ്ടുപേരും. അച്ഛൻ എടുത്തുകൊണ്ട് നടന്നാൽ മതി, താത്ത് വെക്കേണ്ട എന്ന രീതിയാണ് കേട്ടോ. അങ്ങനെ പൊതിയൊക്കെ കെട്ടി വെച്ചു. പിന്നെ ഉഴുന്നും അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെയാണ് അത് കുതിർത്ത് വെക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഇഡലിയോ ദോശയോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ നമ്മൾ ഇട്ട് വെച്ചിരിക്കും. പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കുതിർന്ന് കിട്ടും. ആ ഒരു സമയത്തെടുത്ത് ആട്ടിയൊക്കെ വെക്കും കേട്ടോ. പിന്നെ രാവിലെ തന്നെ എല്ലാം നന്നായിട്ട് കഴുകി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു. ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് രാവിലെ ചേട്ടൻ കടയിൽ പോയപ്പോൾ തന്നെ 2 കൊടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 2 പേരും കൂടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വീശി കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ 2 പേർക്കും ചേട്ടൻ രാവിലെ ഒരുങ്ങിയപ്പോൾ കുറിയൊക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ പോകുന്ന സമയമായപ്പോഴേക്കും മുഖമൊക്കെ വാടി അച്ഛനെ നോക്കിയിരിക്കുകയാണ്. കുറച്ച് നേരം പിണങ്ങിയൊക്കെ ഇരുന്ന്. പിന്നെ അപ്പൂപ്പനും പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴേക്കും അപ്പൂപ്പനും ഉമ്മയൊക്കെ കൊടുത്തു. പിന്നെ ചേട്ടൻ ഇന്ന് ടാറ്റയൊക്കെ കൊടുത്ത് ഉമ്മയൊക്കെ കൊടുത്താണ് വിട്ടത് കേട്ടോ. കഴിഞ്ഞ ദിവസമൊക്കെ പിണങ്ങിയൊക്കെ ഇരുന്ന മക്കളായിരുന്നു. ഇന്ന് വലിയ സ്നേഹത്തിൽ ഉമ്മയൊക്കെ കൊടുത്ത് വിട്ടു. കുറച്ച് വിഷമം ഉണ്ടെങ്കിൽ കൂടി. പിന്നെ കുറച്ചുകൂടെ ക്ലീൻ ചെയ്യാനുള്ളതെല്ലാം തന്നെ ഞാൻ വന്നു ക്ലീനൊക്കെ ചെയ്തിട്ട്. പിന്നെ തൂത്തുവാരാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലായിടവും വന്ന് തൂത്ത് എല്ലാ റൂമുകളും ഹാളും എല്ലാം തന്നെ തൂത്തൊക്കെ വാരിയിട്ടു. എൻ്റെ പിറകെ തന്നെ കുഞ്ഞാറ്റപ്പെണ്ണും പൂമ്പാറ്റപ്പെണ്ണും ഒക്കെ ഉണ്ട് കേട്ടോ. തൂക്കുന്ന സമയത്തൊക്കെ അവരിങ്ങനെ പിറകെ നടക്കും കേട്ടോ. ചൂലിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ചൂലിങ്ങനെ താമേ നമ്മൾ തൂക്കാവുന്ന രീതിയിലാണ്. അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് വന്നു. കുറച്ചുകൂടെ തൂക്കാനുള്ളതെല്ലാം അവിടെ എല്ലാം വൃത്തിയൊക്കെ ആക്കിയിട്ടു. അവിടെ സൈഡിൽ ഇരിക്കുന്ന പ്ലാസ്റ്റിക് കവറുകളെല്ലാം തന്നെ ഹരിതകർമ്മസേന വരുന്ന സമയത്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അതെല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ അതെല്ലാം എടുത്ത് അടുക്കി വെച്ച ശേഷം അവിടെ എല്ലാം തൂത്തൊക്കെ വാരിയിട്ടു. പിന്നെ കുറച്ചധികം പാത്രങ്ങളെല്ലാം താഴെയൊക്കെ വാരിയിട്ടിട്ടുണ്ടായിരുന്നു. മക്കളിടയ്ക്ക് അടുക്കളയിൽ വന്നപ്പോഴേ അതെല്ലാം എടുത്ത് അടുക്കിയൊക്കെ വെച്ചു കേട്ടോ. അങ്ങനെ കുഞ്ഞാറ്റയ്ക്കും പൂമ്പാറ്റയ്ക്കും എപ്പോഴേക്കും വിശപ്പായി. അങ്ങനെ 2 പേരെ ഞാൻ കൊണ്ടിരുത്തി. അപ്പം വിശപ്പാവുന്ന സമയത്ത് അവരെന്നെ പാപ്പെന്ന് പറയും. അങ്ങനെ ഞൂണ്ടി കാണിക്കും കേട്ടോ. അങ്ങനെ 2 പേർക്കും ദോശപ്പാപ്പും ചമ്മന്തിക്കറിയൊക്കെ ഞാൻ എവിടെയൊക്കെ കൊടുക്കുകയാണ്. വന്ന ഉടനെ തന്നെ വെള്ളം കൊണ്ടുവന്ന കുഞ്ഞാറ്റപ്പെണ്ണ് ആദ്യം, അല്ലെങ്കിൽ പൂമ്പാറ്റപ്പെണ്ണ് ആദ്യം ചാടി പിടിക്കുന്ന വെള്ളത്തിലേക്കാണ് കേട്ടോ. അങ്ങനെ 2 പേരും ദോശപ്പാപ്പമൊക്കെ അടങ്ങിയിരുന്നങ്ങ് കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ പാട്ടൊക്കെ കേട്ടപ്പോഴേക്കും കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ചു. പിന്നെ കുറച്ച് നേരം അവരുടെ കളിപ്പാട്ടമൊക്കെ എടുത്തുകൊണ്ട് നടന്നു. ഇപ്പം നടക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ എടുക്കാൻ പറ്റാത്ത വലിയ സാധനങ്ങളൊക്കെ 2 കയ്യിലും തൂക്കി പിടിച്ചുകൊണ്ട് അമ്മ ഇന്നാന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൈ കൊണ്ട് തരും കേട്ടോ. അങ്ങനെ 2 പേർക്കും ആഹാരമൊക്കെ കൊടുത്ത ശേഷം കുറച്ച് സമയം കളിക്കാനൊക്കെ വിട്ടു. അതിനുശേഷം 2 പേരെയും കുളിപ്പിക്കുകയൊക്കെ ചെയ്തു. കുളിപ്പിച്ച് റെഡിയാക്കി പുത്തൻ ഉടുപ്പൊക്കെ ഇടിയിച്ചു. പിന്നെ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് 2 പേർക്കും പതാകയൊക്കെ എടുത്ത് കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സമയം പതാകയ്ക്കൊക്കെ ഉമ്മയൊക്കെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു എടുത്ത് വീശിയൊക്കെ കാണിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ കുറച്ച് സമയം വന്ദേമാതരത്തിൻ്റെ പാട്ടൊക്കെ പാടി കേൾപ്പിച്ചു. കുറച്ച് നേരം കളിപ്പിക്കുകയൊക്കെ ചെയ്തു. പിന്നെ പാല് കൊടുത്ത് 2 പേരെ ഉറക്കി കിടത്തി.